രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരകൾക്കിടയിൽ സരിസ്ക വനമേഖലയുടെ നിശബ്ദതയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മഹാവിസ്മയമാണ് ബാൻഗർ. കേവലം ഒരു തകർന്ന കോട്ട എന്നതിലുപരി ഇന്ത്യയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലാണ് ഇന്ന് ബാൻഗർ ലോകപ്രശസ്തമായിരിക്കുന്നത്. കോട്ടയുടെ പ്രധാന കവാടമായ ഹനുമാൻ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മെ സ്വീകരിക്കുന്നത് തകർന്നുപോയ ഒരു നഗരത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ഒരു കാലത്ത് 10,000-കണക്കിന് ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന, വ്യാപാരങ്ങളാൽ സമ്പന്നമായിരുന്ന ജോഹരി ബസാർ എന്ന ചന്തയുടെ ഇരുവശങ്ങളിലുമുള്ള കടമുറികൾ ഇന്ന് മേൽക്കൂരയില്ലാതെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു. ഇവിടുത്തെ വീടുകൾക്ക് മേൽക്കൂര പണിയാൻ ശ്രമിക്കുമ്പോഴൊക്കെ അത് തകർന്നു വീഴുമെന്ന നാട്ടുകാരുടെ വിശ്വാസം ഏതൊരു സഞ്ചാരിയിലും ചെറിയൊരു നടുക്കമുണ്ടാക്കും. ബാൻഗറിന്റെ ചരിത്രം തേടിപ്പോയാൽ നമ്മൾ ചെന്നെത്തുന്നത് 17-ാം നൂറ്റാണ്ടിലാണ്. മാധോ സിംഗ് രാജാവ് പണികഴിപ്പിച്ച ഈ നഗരം ശാപത്താൽ നശിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. രത്നാവതി രാജകുമാരിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ സിംഗിയ എന്ന മന്ത്രവാദി അവളെ വശീകരിക്കാൻ മന്ത്രവിദ്യ പ്രയോഗിച്ചെന്നും എന്നാൽ അത് പരാജയപ്പെട്ടപ്പോൾ മരിക്കാൻ പോകുന്ന മന്ത്രവാദി ഈ നഗരത്തെ ശപിച്ചെന്നുമാണ് കഥ. തൊട്ടടുത്ത വർഷം നടന്ന യുദ്ധത്തിൽ ബാൻഗറിലെ മുഴുവൻ ആളുകളും കൊല്ലപ്പെടുകയും നഗരം ശൂന്യമാവുകയും ചെയ്തു. ഇന്നും അവിടുത്തെ കല്ലുകൾക്കിടയിൽ ആ പഴയ ആത്മാക്കൾ അലിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ഈ തകർച്ചകൾക്കിടയിലും അത്ഭുതമായി അവശേഷിക്കുന്ന ചിലതുണ്ട്: അവിടുത്തെ ക്ഷേത്രങ്ങൾ. ഗോപിനാഥ് ക്ഷേത്രവും സോമേശ്വർ ക്ഷേത്രവും ഇന്നും കേടുപാടുകൾ കൂടാതെ നിൽക്കുന്നത് ആധുനിക എഞ്ചിനീയർമാരെ പോലും ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ക്ഷേത്രങ്ങളിലെ കൊത്തുപണികളും നിർമ്മാണ രീതിയും രാജസ്ഥാനി ശൈലിയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ്. പക്ഷേ ബാൻഗറിന്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ (ആസി) ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ബോർഡിൽ പകൽ വെളിച്ചമില്ലാത്തപ്പോൾ ഉള്ളിലേക്കുള്ള പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു. രാത്രിയിൽ ഇവിടെ തങ്ങിയവർക്ക് വിചിത്രമായ ശബ്ദങ്ങളും അദൃശ്യരൂപങ്ങളും അനുഭവപ്പെട്ടതായി ഒട്ടേറെ കഥകൾ പ്രചാരത്തിലുണ്ട്. ഇത് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും ശക്തികൾ കൊണ്ടാണോ എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്കും നിഗൂഢതകൾ തേടി യാത്ര ചെയ്യുന്നവർക്കും ബാൻഗർ ഒരു സ്വർഗമാണ്. ഓരോ മണ്ണിലും ഓരോ കല്ലിലും ഒരു വലിയ കഥ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബാൻഗർ ഒരിക്കലെങ്കിലും നേരിട്ട് കണ്ട് അനുഭവിക്കേണ്ട ഒന്നുതന്നെയാണ്. പക്ഷേ ഓർക്കുക, സന്ധ്യ മയങ്ങുന്നതിനു മുൻപ് ഈ കോട്ടയുടെ മതിലുകൾക്ക് പുറത്തെത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം.